ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ പലരും വാട്സപ്പിലാണെങ്കിലും അല്ലാതാണെങ്കിലും പ്രൈസ് മോൻ എങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അവന് പനി കുറവുണ്ട്. പക്ഷെ മെഡിസിൻ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ആ മെഡിസിൻ നിർത്തിയ ഉടനെ ആൾക്ക് ഇന്ന് പനി വന്നില്ല. പക്ഷേ ആൾക്ക് ആഹാരത്തോട് അങ്ങോട്ടൊരു മടുപ്പില്ല. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര മടി. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ ബിജി ടെൻഷൻ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ പാലായിൽ എൻ്റെ ഒരു ചേച്ചി ഉണ്ടെന്ന് പറയുമായിരുന്നു, ബിജി ടെൻഷൻ ഒന്നും എടുക്കല്ലേ, ബിജി സ്ട്രെസ് ചെയ്ത് ബിജി അസുഖം ഉണ്ടാക്കി വരുത്തല്ലേ, മോന് സുഖമാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്കങ്ങ് എവിടേക്കോ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ മിക്ക ആൾക്കാരും എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങളിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്നെ നേരിട്ട് പരിചയമില്ലെങ്കിലും വീഡിയോയിൽ കൂടെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്നെ. അന്നേരം നിങ്ങൾക്ക് എൻ്റെ രൂപം, എന്നെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ ഈ കമൻറ്റ് മാത്രം കമൻറ്റിൽ കൂടെയുള്ള പരിചയം മാത്രമേ നമുക്കുള്ളൂ. ചിലരെ ഞാൻ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ചിലർ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്, അങ്ങനെ ചുരുക്കം ചിലർ. പിന്നെ ചിലരുടെ ഈ ID പ്രൂഫ് കാണുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു പരിചയവും ഇല്ല. എന്നാലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും തരുന്ന ഈ സപ്പോർട്ട്, ഈ സ്നേഹം, അത് അവസാനം വരെയും കാണണേ എന്നുള്ളൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ടിഫിന് കൊടുത്തു വിടാനായിട്ട് ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് സ്വല്പം ജീരകവും സ്വല്പം കടുകും ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഒരു കൈപ്പിടി കപ്പലണ്ടി ചേർത്ത് കൊടുത്ത്, കപ്പലണ്ടിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല. ഈ പിള്ളേർക്ക് കപ്പലണ്ടി അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കപ്പലണ്ടി ഒരു കൈപ്പിടിയേ ചേർത്തുള്ളൂ. പിന്നെ കറിവേപ്പില, എന്നിട്ടൊരു 2 വറ്റൽമുളക്, പിന്നെ ഒരു അരമുറി സവാള, എന്നിട്ട് ഞാനൊരു 2 പച്ചമുളക് കീറിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കീറിയാണെങ്കിൽ കീറി, ചെറുതായിട്ട് അരിഞ്ഞാണെങ്കിൽ അങ്ങനെ. ഇവർക്ക് ഇപ്പം പച്ചമുളക് കാണത്തക്ക വിധത്തിൽ എടുത്ത് മാറ്റാൻ പറ്റത്തക്ക വിധത്തിലാണ് ഞാൻ അത് 2 ഇട്ടത്. പിന്നെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ്, അതൊന്ന് മൂത്ത് വരണം വെളുത്തുള്ളിയും കേട്ടോ. പച്ചക്കരിക്കൽ ഒന്ന് വഴറ്റിയിലെടുക്കുക, ഒന്ന് മൂത്ത് വരണം. പിന്നെ ഒരിച്ചിരി നമ്മുടെ പൊട്ടുകടല അതുകൂടെ ചേർത്ത് നന്നായി മൂത്തതിന് ശേഷം ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ റൈസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പം ഓർക്കുവാണെങ്കിൽ ഞാൻ റൈസ് അങ്ങ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും. എനിക്കതാണ് കൂടുതലായിട്ട് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതല്ല എങ്കിലേ ഞാൻ രാവിലെ ചെയ്യാറുള്ളൂ. രാവിലെ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇതാണ് കുറേയും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ റൈസ് ഇട്ട് ഒരു നാരങ്ങ, എൻ്റെ ഒരു കുഞ്ഞു നാരങ്ങയായിരുന്നത്, അന്നേരം 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങയുടെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല, നീരിൻ്റെ അളവ്. നിങ്ങളത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിന് എത്രയും പുളിരസം ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങ എടുക്കാം കേട്ടോ. അപ്പം ചിലർക്ക് കുറച്ച് പുളി മതിയായിരിക്കും, ചിലർക്ക് ഇത്തിരി നല്ല പുളി വേണമായിരിക്കും. അതനുസരിച്ച് ഞാനൊരു മെത്തേഡ് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ റൈസ് ഒരു 4 കപ്പ് റൈസ് ചേർക്കുന്നുണ്ടേ. ലെമൺ റൈസൊക്കെ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ കേടാവുന്നതല്ല ഇത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെളിയിലിരുന്നാലും അതങ്ങനെ കേടാവത്തില്ല. ഇത് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 2 പിഞ്ച് പഞ്ചസാരയും കൂടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതിയേ, ഒരു ഇച്ചിരിയും ഒരു ടേസ്റ്റിന് വേണ്ടി, ആ പുളിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ പണ്ട് ഞങ്ങൾ ഇവിടുന്നൊക്കെ നാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കുറേ പൊതി കിട്ടിയിട്ടുള്ള ഈ ലെമൺ റൈസ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇത് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റിൽ ഇത്തിരി നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ ഒഴിച്ചത് നാരങ്ങ നീരാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വേണമെങ്കിൽ ലാസ്റ്റിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ദിവസമായിരുന്നു ഞാനിങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ആകെ തരിപ്പണമായിരുന്നു, ആകെ ടെൻഷനിലായി. എൻ്റെ വീഡിയോ ചില ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചതൊക്കെ അങ്ങ് പോയി. അന്നത്തെ ദിവസത്തെ ആയിരുന്നു ഈ വീഡിയോ. ഇതിലിച്ചിരി കട്ടിങ്ങും ബിട്ടിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇത് കഴിഞ്ഞുള്ള വീഡിയോയൊക്കെ ഞാൻ ഇട്ട്, അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ പോയെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അന്നേരമേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇപ്പം സമയം 11:30 ആയി. ഞാൻ എന്തെങ്കിലും ബിരിയാണി വല്ലതും 11:30ക്ക് ഞാൻ ഇടാൻ നോക്കിയിട്ടും
എൻ്റെ മൊബൈലിൽ നിന്ന് പറ്റുന്നില്ല. പിന്നെ 12:30 കഴിഞ്ഞ് ഞാൻ ഗതികെട്ട് പിന്നെ ആ വീഡിയോ റേച്ചാന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് റേച്ചാൻ അവിടുന്ന് ഇടാൻ നോക്കി. അങ്ങനെയാണ് ഇടാൻ പറ്റിയത്. അതായത് ഇത്തിരി ലേറ്റായതും. ഇനി ഇപ്പം സമയം 1:30 കഴിഞ്ഞ്. ഇനിയിപ്പം ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചപ്പാത്തി കൊടുത്തു ഇവർക്കൊക്കെ. ഇത് സാവകാശം മതി, പോകുമ്പോൾ വൈകിട്ടേ വരത്തുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പിന്നെ അപ്പോഴെങ്ങാനും കഴിച്ചാൽ മതി. ഇനി ഞാൻ ബിരിയാണി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടേ ഒരു സവാളയൊന്ന് വറുത്തെടുക്കാം. ഇത്രയും മതി. ഇവിടെ ഞാനൊരു 4-5 പച്ചമുളക്, ഇത് ഏകദേശം ഇത്തിരി എരിവുള്ള പച്ചമുളക്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, വലുത് ഞാനൊന്ന് വട്ടത്തിൽ കീറിയിട്ടുണ്ട്, ഒരു 3 സവാള, ഇതൊരു 3 ടൊമാറ്റോ. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനതിങ്ങ് കോരി എടുക്കുക. ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ 1:30 ചോറും കറിയും വെക്കാനായിട്ട് എനിക്ക് സമയമില്ല. അന്നേരം പെട്ടെന്ന് ചിന്തിച്ചെന്നാൽ മുട്ട ബിരിയാണി ഉണ്ടാക്കാം. ഇവിടെ ഈ പിള്ളേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പോൾ ഇത് കൊടുക്കുമ്പം ഇന്നാളിലും പറഞ്ഞു, മമ്മി ഇതുണ്ടാക്കാൻ മമ്മിക്ക് എത്ര സമയം വേണം, ഇതങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഞാൻ പറയും പിന്നെ എന്നും മുട്ട ബിരിയാണി തിന്നുകൊണ്ടിരുന്നാൽ മതിയല്ലോടാ. കാരണം അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പപ്പടമോ അച്ചാറോ അങ്ങനെ. ഇപ്പോൾ ലെമൺ ആൻഡ് ഡേറ്റ്സിൻ്റെ അച്ചാർ ഞാൻ ഉണ്ടാക്കി വെച്ചു. അതൊക്കെ ആകുമ്പം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. സത്യം പറഞ്ഞാൽ നമുക്കും എളുപ്പമാണ് കേട്ടോ. വല്ലപ്പോഴും ഇതൊന്ന് ചെയ്യുമ്പം കുഴപ്പമില്ല. ഞാൻ ഉള്ളിയെല്ലാം ഇങ്ങ് കോരിയെടുത്ത്. അപ്പോൾ ഇതിലേക്ക് ഒരു പട്ട, ഇത്രയും വലുപ്പത്തിലുള്ളൊരു പട്ട, ഒരു 3 ഗ്രാമ്പു, ഏലക്ക ഞാൻ ചേർക്കുന്നില്ലേ, 2 ബേ ലീഫ് അതിട്ടതിന് ശേഷം പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഷഹാജീര ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന നമ്മുടെ ജീരകം പോലെ ഇരിക്കും, പെരുംജീരകം ചെറുജീരകം ഒക്കെ പോലെ ഇരിക്കും. അതോടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ബിരിയാണി അരി ഇവിടെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വേണം സൺഡേ ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. ഇവർക്ക് ബിരിയാണി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് ഇതിലേക്ക് ആ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാമേ. ഞാൻ ആ എക്സോസ് ഫാൻ ഇട്ടിട്ടുണ്ട്, അതാണ് നോർമൽ സൗണ്ട് ഇടാൻ പറ്റാത്തത്. ഞാൻ ഈ എക്സോസ് ഇട്ടിട്ട് എൻ്റെയും പൊട്ടുതരമല്ലേ, ഞാൻ എൻ്റെ നോർമൽ വോയിസ് സൗണ്ടിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ എഡിറ്റ് ചെയ്യണ്ട ഇത് തന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എക്സോസ് ഓഫായിട്ടായിരുന്നെങ്കിൽ എനിക്കത് തന്നെ ഇട്ടാൽ മതിയായിരുന്നു, എനിക്ക് ഡബിൾ ജോലി വരത്തില്ലായിരുന്നു. അപ്പം ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മീൻസ് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഞാൻ ചേർത്തല്ലേ, ഇഞ്ചി പേസ്റ്റ് ചേർക്കാമെന്നും പറഞ്ഞായിരുന്നു, അതങ്ങ് മറന്നു പോയായിരുന്നു. ഇത് ആരംഭത്തിലേ ചേർക്കേണ്ടതാണ്. ഒരു 2 ടീസ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ആ സവാളയൊക്കെ ഇടുന്ന സമയത്ത് ഇതുകൂടെ ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഇച്ചിരി നേരം ഞാനിതൊന്നെല്ലാം ഒന്ന് ഒതുക്കിയിട്ടിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ആ ടൊമാറ്റോയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല 1.5 ടീസ്പൂൺ ചേർത്തത്. എന്നിട്ട് ബിരിയാണി മസാല ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ ചിലപ്പം ഷാഹി ബിരിയാണി മസാല വാങ്ങിക്കും. ഇത് സുഹാന എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് ഞാൻ ഈ മസാലകളൊക്കെ പൊട്ടിക്കുവാണെങ്കിൽ, പാവ് ഭാജിയുടെയോ ബിരിയാണി മസാല എങ്ങനെ പൊട്ടിക്കുവാണെങ്കിൽ ഞാൻ പിന്നെ അതങ്ങ് നമ്മുടെ ഫ്രീസറിൻ്റെ സൈഡിൽ, ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ഞാൻ, കാരണം ഫ്രീസറിൻ്റെ മേളിൽ തട്ടി സൈഡിൽ സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെയാണ് ഇതെല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കട്ട കെട്ടി കിടക്കുമല്ലേ ഇതിൻ്റെ അകത്ത് തന്നെ കുരുമുളക്, ഏലക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് ഇങ്ങനെ കട്ട കെട്ടിയതുപോലെ കിടക്കുന്നത്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതായിരുന്നേ. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ഇവിടുത്തെ ഒരു ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പം ഉള്ളൊരു മണം പോലാണ് ഈ ബിരിയാണി മസാല ചേർക്കുമ്പം. പക്ഷേ ഷാഹി ബിരിയാണി മസാല ചേർക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഇങ്ങനെയുള്ളൊരു കുമിച്ച സ്മെല്ല് വരത്തില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ
കഴുകി ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ല. കഴുകി അതുപോലെ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ആ അരി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇതിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയായിട്ടൊക്കെ ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇതിൻ്റെ കണക്ക് പറയുന്നതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ റൈസിലും ഇത്തിരി വ്യത്യാസം വരും. പിന്നെ നിങ്ങൾ അടിയിലങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെനിക്ക് കറക്റ്റായിരുന്നു. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ആ ബേ ലീഫൊക്കെ ഇങ്ങനെ എടുക്കുവാണേ. ഇതൊന്ന് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, മുകളിങ്ങനെ സെറ്റായിട്ട് വന്നെങ്കിലും ഞാൻ കുക്കറിൽ വേവിച്ച ഉരുളൻകിഴങ്ങ് കേട്ടോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ചോറ് ഇച്ചിരി കൂടെ വേവാനുണ്ട്. ഇപ്പം നിങ്ങൾ പച്ച ഉരുളൻകിഴങ്ങ ചേർക്കുന്നെങ്കിൽ ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്തെ അങ്ങ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ റൈസിന് വേവാനുണ്ട്. റൈസ് നമ്മൾ കടിക്കുന്നുണ്ടേ ആ അകം പച്ചയാണ്, അതിനി നന്നായി ഇപ്പം വെള്ളമയം പോലെ കിടക്കുമല്ലേ. അപ്പം തീ ഏറ്റവും കുറച്ച് ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അടച്ച് നമുക്ക് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ അതെല്ലാം ഉരുളൻകിഴങ്ങ് ഇനിയും വേവണ്ട, റൈസ് വെന്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ അങ്ങനെ ഇട്ടിരുന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ സ്പൂണിൻ്റെ മൂടുവശം കൊണ്ടൊന്ന് കുത്തി നോക്കിയോണ്ടേ അടിയിലൊന്നും വെള്ളമില്ല. അപ്പം ഞാൻ തീ അങ്ങ് ഓഫാക്കിയിട്ട് ആവിയിൽ കിടന്നാണ് ഇത് വേവുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലാസ്റ്റിൽ ഇച്ചിരി നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉരുകി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കാണും. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലൂടെ ഇച്ചിരിച്ച് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത ഉള്ളി ചേർക്കുന്നുണ്ട്. എനിക്കത് ഈ വീഡിയോ എടുക്കേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് മുകളിൽ ഇങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ ഉരുളൻകിഴങ്ങ് ചേർത്തില്ലേ, അല്ലെങ്കിൽ അതിന് മുമ്പിട്ട് നമ്മൾ റൈസ് ഇട്ട് ആ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടാലും കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കേണ്ടിയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ക്യാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ. എൻ്റെ ക്യാഷ്യൂനട്ട് ഇല്ലായിരുന്നു, വാങ്ങിച്ചതുണ്ടായിരുന്നു. അതിവിടെ ഓരോരുത്തരും ടേസ്റ്റ് ചെയ്ത് തീർന്നു. ഇതിലേക്ക് ഇനി മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. മുട്ട ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടിക്കകത്ത് ഓയിലൊഴിച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിക്കകത്ത് ഒന്ന് കറക്കിയെടുത്തായിരുന്നേ, അതാണ് ഈ കളറ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇതുപോലെ നമുക്ക് വയ്യാതിരിക്കുമ്പോഴോ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു അരമണിക്കൂർ പോലും വേണ്ട ഒരു സാലഡോ അച്ചാറോ അങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷേ ഇതിനോട് അത്ര താല്പര്യമില്ല. എന്നാൽ കഴിച്ചില്ലയോ എന്ന് ചോദിച്ചാൽ കഴിച്ചു. പക്ഷേ അത്ര എനിക്കങ്ങോട്ട് ഇതിനോട് അത്ര യോജിപ്പില്ല. എനിക്ക് ഇച്ചിരി കപ്പയും മീൻകറിയോടൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ഇതിന് ഇത്രയും ഒരു റെഡ് കളർ പോലല്ല, ഒരു യെല്ലോ കളർ പോലെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.